പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024-25 9ാം ക്ലാസ് അറബിക്ക് 1ാം പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയ ആൻസർ കീയുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം സ്കൂൾ അറബിക് ഗൈഡ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്കൂൾ അറബിക് ഗൈഡ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്കതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ. ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഇഖ്റഉൽ ഫിഖ്റ വാജിബ് ഹസബൽ ഇർഷാദാത്ത്. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകുക എന്നാണ്. എന്തായിരുന്നു? സബാഹൻ ഖറജ മാജിദ്. രാവിലെ മാജിദ് പുറപ്പെട്ടു. എവിടേക്ക്? മഅബീഹി, ഉപ്പയോടൊപ്പം, ഇലൽ മത്താർ, എയർപോർട്ടിലേക്ക്. വലാ യസാലു യഹ്ലും, അവൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുഷാഹദത്ത, കാണുന്നത്. എന്ത്? മുബാറയാത്ത കസിൽ ആലം, ലോകകപ്പ് മത്സരങ്ങൾ കാണുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. മുബാഷിറൻ, നേരിട്ട്. വസലത്തി സയ്യാറ, കാർ എത്തി. ഇലൽ മത്താർ, എയർപോർട്ടിലേക്ക്. വറക്കിബ മാജിദ്, മാജിദ് കയറി. വഅബൂഹു, അവൻ്റെ ഉപ്പയും. അത്വായിറ, ഫ്ലൈറ്റിൽ കയറി. റഹബത്ത് ബിഹിമ, അവരെ സ്വാഗതം ചെയ്തു. മുലീഫത്തു തൈറാൻ, ആരാണ്? എയർ ഹോസ്റ്റസ്. തർഹീബൻ ഹാറൻ, വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഹബത്തത്തി ത്വായിറ, അങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങി. ഫി മത്താരി ദോഹ, ദോഹ എയർപോർട്ടിൽ. അദ്ദുബലി, ഇന്റർനാഷണൽ ദോഹ എയർപോർട്ടിൽ. മസാഅൻ, വൈകിട്ട്. അതാണ് ഈ പാരഗ്രാഫ്. അപ്പോൾ ചോദ്യം എന്താണ്? അൽ മക്കാനുല്ലദീ നർക്കബു മിൻഹുൽ അത്വായിറ, നമ്മൾ എയർപോർട്ട് എന്നാണ് ഫ്ലൈറ്റിൽ കയറുന്ന സ്ഥലം എവിടെയാണ്? അങ്ങനെയാണ് ചോദ്യം. ഏതാണ് ഫ്ലൈറ്റിൽ കയറുന്നത്? അൽ മത്താർ എന്നാണ് ഇവിടെ ഉത്തരം വരിക അല്ലേ. പിന്നെ ഡാഷ് തുറഹിബുന വയുഖദ്ദിമു ലനൽ ഖിദമാത്തു ഫി ത്വായിറ, നമ്മൾ ത്വായിറത്തിൽ ആളുകൾ നമുക്ക് സേവനങ്ങൾ നൽകുകയും നമ്മളെ സ്വാഗതം ചെയ്യുന്നതും ആരാണ് എന്നാണ് എഴുതേണ്ടത്. ആരാണ്? മുലീഫത്തു ത്വയറാൻ അല്ലേ, എയർ ഹോസ്റ്റസ്. ദഹബ മാജിദിൽ മുഷാഹദത്തി മുബാറയാത്ത്, മാജിദ് എന്താണ്? കളികൾ കാണാൻ വേണ്ടി പോയി. എന്ത് കളി? മുബാറയാത്തു കഅ്സുൽ ആലം അല്ലേ. അപ്പൊ കഅ്സുൽ ആലം എന്ന് ഇവിടെ വരണം. ഓക്കെ, അടുത്തത് ഉക്തുബുൽ ജുമല വല അലാമത്ത സഹീഹ് ഔ ഖത. താഴെയുള്ള സെന്റൻസുകൾ സഹീഹാണോ ഖത എന്ന് ഇടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ വസല മാജിദ് ഫി മത്താർ ദോഹ മസാഅൻ, ദോഹ എയർപോർട്ടിൽ വൈകിട്ടാണ് എത്തിയത്. ശരിയല്ലേ? വൈകിട്ട് തന്നെ എത്തിയത്. അപ്പോൾ ഇതിന് നേരെ എന്തിടണം? ഇങ്ങനെ ടിക്ക് കൊടുക്കണം, ഈ ടിക്ക്. ഓക്കെ. ഖറജ മാജിദ് മാ അഖീഹി ഇലൽ മത്താർ, മാജിദ് അവൻ്റെ സഹോദരനോടൊപ്പമാണ് എയർപോർട്ടിൽ പോയത്. അല്ലല്ലോ, മഅബീഹി അല്ലേ. അപ്പോൾ ഇതിന് ഇവിടെ തെറ്റ് ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? പിന്നെ ദഹബ മാജിദ് ഇലൽ മത്താർ ഫി ത്വായിറ, മാജിദ് എയർപോർട്ടിലേക്ക് പോയത് എന്താണ്? ഫ്ലൈറ്റിലാണ്. അല്ലല്ലോ, ഇവിടെ കാറ് എന്ന് വേറെ പറയണ്ടില്ലേ, കാറിലാണ് അവർ എയർപോർട്ടിൽ എത്തിയെന്ന്. അപ്പോൾ ഇവിടെ ഇതും തെറ്റാണ്, തെറ്റ് എന്ന് കൊടുക്കുക. അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. രണ്ടാമത്തത് എന്താണ്? ഇഖ്തർ മിനൽ മുറബ്ബ, രണ്ടാമത്തെ സെക്ഷൻ. ഇഖ്തർ മിനൽ മുത്തറാദിഫൽ കലിമാത്തില്ലതി തഹ്തഹ ഖത്തുൻ. ഇവിടെ കുറച്ച് വാക്കുകൾ അടിവരയിട്ടുണ്ട്. അതിൻ്റെ മുത്തറാദിഫ്, സമാന പദം ഈ പെട്ടിയിൽ നിന്ന് എടുക്കണം. മനസ്സിലായോ? എന്താണ്? അസമ മാജിദ് അല ദിറാസത്തിൽ ലുഗൽ അറബിയ, മാജിദ് അറബി ഭാഷ ഷഗ്ഫൻ, എന്നാണ് ഇഷ്ടത്തോടെ പഠിക്കാൻ തീരുമാനിച്ചു. അസ്ന ഔദത്തിഹി ഇല ബൈത്തി, അവൻ വീട്ടിലേക്ക് മടങ്ങുന്ന. ഔദ എന്ന് പറഞ്ഞാൽ മടങ്ങുക. അതിൻ്റെ ഇടയിൽ അവൻ ഇഷ്തറ വാങ്ങിച്ചു. കുത്തുബൻ അറബിയ, അറബി പുസ്തകങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ എഴുതണം അസമ മാജിദ് അല ദിറാസത്തിൽ ലുഗൽ അറബിയ. ഷഗ്ഫൻ എന്നതിൻ്റെ അതേ അർത്ഥമുള്ള പദം ഏതാ?
ഹുബ്ബൻ അല്ലേ, ഹുബ്ബൻ എന്ന് ഇവിടെ വരണം. ഓക്കെ. അസ്നാ ഔദത്ത് മടക്കം, അതേ വാക്ക് ഏതാണ്? റുജൂ. ഈ ഔദത്ത് ഹിക്കുണ്ട്, ഹി റുജൂനുണ്ട്. അങ്ങനെ മനസ്സിലാക്കി എഴുതിയാലും പെട്ടെന്ന് ഉത്തരം എഴുതാമായിരുന്നു അല്ലേ. ഇനി ഇഖ്റഅൽ ജുമല വ കമ്മിൽഹ കമാ ഫിൽ മിസാൽ, താഴെയുള്ള സെന്റൻസ് വായിച്ചിട്ട് ഉദാഹരണത്തിലുള്ള പോലെ പൂരിപ്പിക്കാൻ. ഇവിടെ മിൻ ഫദ്ലിക വെച്ചിട്ടുള്ളതാണ്. മാജിദ് തന്റെ കൂട്ടുകാരനോട് പറഞ്ഞത് മിൻ ഫദ്ലിക് പ്ലീസ് ഹാത്തി കലമക്, നിന്റെ പേനതാന്ന്. അപ്പൊ അഹമ്മദ് അലി അഹി സഹോദരനോട് എന്ത് പറയും? മിൻ ഫദ്ലിക ഹാത്തി, ഹാത്തി ദറാജത്തക് അല്ലേ. മിൻ ഫദ്ലിക എന്ന് വീണ്ടും എഴുതിയാൽ മതി, ഹാത്തി ദറാജത്തക്. പിന്നെയാ കാലത്തിൽ ഉമ്മ ദിൽ ബിന്ത്, ബിന്തിനോട് പറഞ്ഞത് തഫല്ലലി, തഫല്ലലിന് പകരം തഫല്ലലി, ബിന്ത് ആയതുകൊണ്ട് തഫല്ലലി ഹാദി ഹദിയത്തുലക്, ഇത് നിനക്കുള്ള സമ്മാനമാണ്. അപ്പൊ അതേ മുദരിസത്ത് ഫായിസത്തോട്, വിജയിയായ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും തഫല്ലലി ഇന്ന ജായിസത്തുലക്, എന്നാ നിനക്കുള്ള സമ്മാനം അല്ലേ. അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ലാഹിൽ സൂറ വായിദ് തഅലീഖൻ. ഇവിടെ ഒരു സെന്റൻസിന്, ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു സെന്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ തഅലീഖ്, ഒരു ക്യാപ്ഷൻ എന്ന് പറയാം. വെള്ളത്തെക്കുറിച്ചല്ലേ, അൽമാ ഉസമീനുൻ യഹ്ഫദ് അലൈഹ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കുറേ പോസ്റ്റുകൾ പഠിച്ചതല്ലേ. വേണമെങ്കിൽ ഇവിടെ ഒരു ഉദാഹരണം കാണിക്കാവുന്നത് ഇതാ അല്ലെ, അൽമാ ഉ ഖലിയത്തുൽ ആലം എന്നിവിടെ കാണിച്ചിട്ടുള്ളത്. വെള്ളം ലോകത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്തോ എഴുതാട്ടോ, അൽമാ വെള്ളത്തെക്കുറിച്ച്, അൽമാ ഉ സമീനുൻ വിലപിടിപ്പുള്ളതാണ്, വെള്ളം ഇന്ന് ലോകത്തിന്റെ പ്രശ്നമാണെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? അജിബ് ആൻഡ് സിത്തത്തിൻ ഫക്ക, താഴെ 10 മുതൽ 17 എണ്ണത്തിൽ 6 എണ്ണം എഴുതാം. വഫിഖു ബൈന ഷഖ്സിയാത്ത് വൽ മുഹാവറാത്ത്, ഇവിടെ കുറെ ഷഖ്സിയാത്ത് കഥാപാത്രങ്ങളുണ്ട്, അവരുടെ ഡയലോഗുകളും ഇവിടെയുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ കാലി, ജഡ്ജ്, മുദ്ദഇ എന്നാണ് വാദി, മുത്തഹിം, പ്രതി. ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ എന്താ ഉള്ളത്? യാ സയ്യിദി അന മുതഅക്കിദ്, സർ ഞാൻ ഉറപ്പാണ്, ല മുസഅജുഹു വല മുലവ്വിസുഹു അബദൻ, ഞാൻ അയാളെ ഇടങ്ങേറാക്കിയിട്ടില്ല, ഞാൻ മലിനമാക്കിയിട്ടുമില്ല. അപ്പൊ അതാര് പറഞ്ഞതാണ്? പ്രതി പറഞ്ഞതല്ലേ. പ്രതി പറഞ്ഞപ്പോൾ മുത്തഹിം പറഞ്ഞ കാര്യം ഇവിടേക്ക് ചേർക്കുക അല്ലെ. പിന്നെ ഹാദർ യാ സയ്യിദി അന ഷാഹിദ്, സാർ ഞാൻ ഹാജറാണ്, ഞാൻ സാക്ഷിയാണ് ഇയാൾ ചെയ്ത കുറ്റത്തിന്. ഇവിടെ സാക്ഷിയായിട്ട് ആരുമില്ലല്ലോ അല്ലെ, ആരുമില്ല. അപ്പൊ അത് ഈ സെന്റൻസ് ഒന്നിലും പെടില്ല. അഅ്ലാ ഉസ്റതിഹി ഐലൻ തുസൈജൂനനി, അയാളുടെ വീട്ടുകാരും എന്നെ ഇടങ്ങേറാക്കി എന്നാര് പറഞ്ഞത്? വാദി, അതായത് കത്രത്തുൽ മാ. അപ്പോൾ മുദ്ദഇയിലേക്ക് ചേർക്കണം. പിന്നെ അവസാനത്തെ ജിദ്ദിയൻ, ഗൗരവത്തോടെ, മാ ഷിക്കായത്തുക യാ മുദ്ദഇ, വാദി നിന്റെ പരാതി എന്താണ് എന്ന് പറഞ്ഞത് ആരാണ്? ഖാലി. അപ്പോൾ ഖാലി ഇതിലേക്ക് ചേർക്കും. ഓക്കെ. ഇനി 11ാമത്തെ ഇഖ്റയിൽ ഫിഖ്റ വാജിബ് അനിൽ അസ്ഇല, താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. ഇൻതശറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ, എന്താണ്? കടലിലും കരയിലും ഫസാദ് വ്യാപിച്ചു. ലുവിസത്തിൽ മിയാഹു ബി അഫ്ആലിൻ നാസ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വെള്ളം മലിനമായി. യഹ്മിലുൻ നഹ്റു അൻ നജാസാത്ത്, നദി വേസ്റ്റ് അല്ലെങ്കിൽ വൃത്തികേട് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അന്നുഫായാത്ത് മുൻതശിറ, വേസ്റ്റ് എല്ലാവിടെയും വ്യാപിച്ചു. ഫീ കുല്ലി മക്കാൻ എല്ലാവിടെയും. ഇന്ന ഫിൽ അർളി നിലാമൻ മിസാലിയ, ഭൂമിക്കൊരു മാതൃകാ വ്യവസ്ഥയുണ്ട്. വലാക്കിൻ അഫ്സദഹുന്നാസ്, പക്ഷെ ജനങ്ങൾ അതിനെ എന്താണ് ദുഷിപ്പിച്ചു, അതിനെ ഇല്ലാതാക്കി. അപ്പൊ ചോദ്യം എന്താ? ഐന ഇൻതശറൽ ഫസാദ്, ഫസാദ് എവിടെയാണ് വ്യാപിച്ചത് അല്ലെ? വളരെ സിമ്പിളാണ് കണ്ടെത്താൻ. ഇൻതശറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. മാതാ അസാബൽ മിയാഹു ബി അഫ്ആലിന്നാസ്, ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വെള്ളത്തിന് എന്ത് സംഭവിച്ചു? ലുവിസത്തിൽ മിയാഹ് ബി അഫ്ആലിന്നാസ്, ഇതാണ് ഉത്തരം വരിക. മൻ അഫ്സദ നിലാമൽ അർൾ, ആരാണ് ഭൂമിയുടെ വ്യവസ്ഥയെ ഇല്ലാതാക്കിയത്? അഫ്സദഹു അന്നാസ്, ജനങ്ങൾ അല്ലേ. ഓക്കെ. അടുത്തത് കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തുള്ളതുപോലെ പൂരിപ്പിക്കുക.
അൽ മുദർരിസത്തു ദാഹിബാത്തുൻ എൽ മദ്രസ, അധ്യാപികമാർ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ ദാഹിബത്തുൻ എന്നതിൻ്റെ ജമ മുഅന്നസ് സാലിമാണെന്ത്? ദാഹിബാത്ത്. അപ്പോൾ അൽ ഔലാദു യതനാവലൂന, കുട്ടികൾ കഴിക്കുന്നു. അൽ വജബത്ത്, വജബാത്ത് എന്ന് പറയണം അല്ലേ. വജബത്ത് എന്താവും? വജബാത്ത്. ഖറഅത്തുൽ ബിന്തു, കുട്ടി വായിച്ചു. അൽ ലായിഹാത്ത്, പോസ്റ്റർ. അപ്പോൾ ലായിഹാത്ത്. പിന്നെ ഫഹസത്തി ത്വബീബ, ഡോക്ടർ പരിശോധിച്ചു. അൽ മരീളത്ത, രോഗിയെ, രോഗിയായ പെണ്ണ്. അൽ മരീളാത്ത് എന്നിവിടെ വരണം അല്ലേ. എങ്ങനെ? ഇതുപോലെ അൽ വജബാത്ത്, അൽ ലായിഹാത്ത് എന്നാണ് കേട്ടോ. ഇവിടെ ഒരു തായും കൂടി ഉണ്ട്. അൽ മരീളാത്ത്, ഇത് പോയതാണ്. നമുക്ക് ഇതുണ്ട് ഇതുപോലെ കേട്ടോ. അൽ ലായിഹാത്ത്, അൽ മരീളാത്ത്, അങ്ങനെ തിരിക്കുക. ഓക്കെ. അടുത്തത് കമ്മിൽ ഖാന, ഈ ഇത് പൂരിപ്പിക്കാനാണ്. കത്തബ വെച്ചിട്ട് എന്താ കൊടുത്തിരിക്കുന്ന സെന്റൻസ്? അക്തുബ് ദർസി, തക്തുബ് ദർസക, നക്തുബ് ദറസന, നക്തുബു ദർസന അല്ലേ. അപ്പൊ അക്തുബു, തക്തുബു, നക്തുബു, ദർസി, ദർസക, ദർസന. അപ്പൊ ഇതിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അങ്ങനെ ദഹബ വരുമ്പോ എന്ത് വരും? അക്തുബു പോലെ പറഞ്ഞ്. കത്തബ അക്തുബു, അപ്പൊ ദഹബ അദ്ഹബു, അദ്ഹബു ഇലാ ബൈത്തി. ഇവിടെ തക്തുബു എന്നാ, അപ്പൊ തദ്ഹബു ഇലാ ബൈത്തിക്ക. പിന്നെ ഇവിടെയോ നദ്ഹബു ഇലാ ബൈത്തിന. ഇനി ഖസല വരുമ്പോഴോ ഖസല കഴുകി എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ അഗ്സിലു, അഗ്സിലു, അഗ്സിലു അൽ യദ, ഞാൻ കൈ കഴുകി. അഗ്സിലു അൽ യദ അല്ലേ. പിന്നെ തഗ്സിലു യദക്, അല്ലെങ്കിൽ അഗ്സിലു യദീന വരിക കേട്ടോ. അഗ്സിലു യദീ. അല്ലെങ്കിൽ ഇവിടെയോ ഇവിടെ തക്തുബു ആയതുകൊണ്ട് തഗ്സിലു യദൈ യദക്ക, തഗ്സിലു യദക്ക, നഗ്സിലു യദന അല്ലേ. ഓക്കെ, അങ്ങനെയാണത് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ കാണിക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് എഴുതേണ്ടത്. അദ്ഹബു കണ്ടോ, അദ്ഹബു, അദ്ഹബു ഇലാ ബൈത്തി, തദ്ഹബു ഇലാ ബൈത്തിക, നദ്ഹബു ഇലാ ബൈത്തിന. പിന്നെ അഗ്സിലു യദി, തഗ്സിലു യദക, നഗ്സിലു യദന. എങ്ങനെയാണ് വരേണ്ടത്? ഓക്കെ. ഇനി റജാ മാജിദു അബൂഹു മിൻ ഖത്തർ, മാജിദും അബുവും ഖത്തറിന്ന് വന്നു. ഓ വസല അൽ ബൈത്ത മസാൻ, വൈകിട്ട് വീട്ടിലെത്തി. ബഅദൽ ഇസ്റാഹ, വിശ്രമിച്ചതിന് ശേഷം. ദർദഷ മാജിദ് മഅ കുമാർ, കുമാറുമായിട്ട് മാജിദ് ചാറ്റ് ചെയ്തു. ഇത്ത് തിൽക്ക ദശറ മിൻ ഖയാലിക്, ആ എന്താണ് ചാറ്റിങ് നിന്റെ ഇതെന്ന് എഴുതാൻ അല്ലേ. അപ്പോൾ മാജിദ് പറയുക ഇത് ഹലോ മസ അൽ ഖൈർ, കുമാർ മസ അന്നൂർ. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം? അവർ വന്ന കാര്യങ്ങൾ ചോദിക്കാം, എപ്പോഴെത്തി എന്നൊക്കെ ചോദിക്കാം അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് മോഡൽ കാണിക്കാം, നിങ്ങളുടെ അതിനനുസരിച്ചും എഴുതാം കേട്ടോ. കുമാർ മസ അന്നൂർ എന്ന് ചോദിക്കുകയാണ്. മസ വസൽത്ത, എപ്പോഴാണ് എത്തിയത്? മാജിദ് വസ, എൻ്റെ വസ വൈകിട്ടിലെത്തിയത്. കൈഫ കാനത്ത് റിഹില, ഇതൊക്കെ നമ്മളാ പാഠത്തിലുള്ളതായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? മാജിദ് മുരിഹാജിദ്ദൻ, കംഫർട്ടായിരുന്നു. ഹൽ ഷാഹത്ത ലാഇബക്കൽ മുഫല്ലൽ, നിന്റെ ഇഷ്ടപ്പെട്ട കളിക്കാരനെ നീ കണ്ടോ? അപ്പോൾ മാജിദ് പറഞ്ഞു തബാൻ അന ഫരിഹുൻ ജിദ്ദൻ ബിലിക്കാഇഹി, അദ്ദേഹത്തെ കണ്ടതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കുമാർ ചോദിക്കുന്നു കൈഫക്കാന ഖത്തർ, എങ്ങനെയുണ്ട് ഖത്തർ? മാജിദ് ബലദുൻ ജമീൽ, മനോഹരമായ നഗരമാണ്. അപ്പൊ ഇതുപോലെ ഇത് കുറേയും കൂടി വിശദീകരിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഇനി 15 ഇഖ്തരി തസ്രീഹാത്തുൽ മുനാസിബ ലിത്തൗഇയത്തി അലാ ഹിഫാദുൽ മിയാഹ്, വെള്ള സംരക്ഷണത്തെ ബോധവൽക്കരിക്കാനുള്ള സെന്റൻസുകൾ മാത്രം കേട്ടോ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ ഏതാണ്? അൽ മാഉ സമീനുൻ ലാ നുളിഉ വലൗ ഖത്ര, വെള്ളം വിലപിടിപ്പുള്ളതാണ്, അതിൻ്റെ ഒരു തുള്ളി പോലും നമ്മൾ പാഴാക്കരുത്. ഇത് പറ്റും അല്ലേ? ഈ സെന്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ എവിടെ എഴുതാം? മുകളിൽ തൈലീക്ക് എഴുതാൻ പറഞ്ഞില്ല, ക്യാപ്ഷൻ, അതിൽ എഴുതാവുന്നൊരു വാക്കായിരുന്നു കേട്ടോ. പിന്നെ യഹ്ദുറുൽ മാഉ മിൻ സംബൂരിൽ ആം, അല്ലേ, പൊതുവയ്പുന്ന വെള്ളം പാഴായി പോകുന്നു. അൽ മുഷാറക്കത്തു ഫിൽ ഇഖ്തിഫാദ് അലാ മവാരിദിൽ മിയാഹ്, വെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിൽ പങ്കുകൊള്ളുക എന്നുള്ളത് മസ്ഊലിയത്തുൻ ഇജ്തിമാഇയ്യ, ഒരു സാമൂഹിക ബാധ്യതയാണ്. അപ്പോൾ ഇതും
നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതേണ്ട സെന്റൻസ് ആണ്. യുസ്രിഫു റജുലും ഫി ഇസ്തിഹ്ലാക്കിൽ മാ മിയാഹ് ലി ഗസ്ലി സയ്യാറ. കാറ് കഴുകുന്നതിന് വേണ്ടി ഒരാൾ വെള്ളം വല്ലാതെ യൂസ് ചെയ്യുന്നു. പെടുവോ? ഇല്ല. ഹിമായത്തുൽ ബിഅ മിൻ വാജിബാത്തുൽ ഇൻസാൻ. പ്രകൃതിയുടെ സംരക്ഷണം മനുഷ്യന്റെ ബാധ്യതയാണ്. അതും പെടും അല്ലേ? അപ്പൊ ഈ 3 സെന്റൻസുകളാണ് എടുത്ത് എഴുതേണ്ടത്. ഓക്കെ. ഇനി ഇഖ്റഉൽ ഫിഖ്റ വഇദ് മുൽസഖം മിൻഹ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് ഇതുപോലൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ്. അന ബിന്തു അദിന, ഞാൻ അദിനാന്റെ പുത്രി. യുസമ്മൂനനി ബി ലുഗത്തുൽ ലാത്സ്. ഞാൻ എന്നെ ലുഗത്തുൽ ലാത്സ് എന്നാണ് വിളിക്കുന്നത്. അന മഷ്ഹൂറത്തും ഫിൽ ഫന്നി വൽ അദബ്. കലയിലും സാഹിത്യത്തിലും ഞാൻ പ്രസിദ്ധനാണ്. അന മുഅ്തമിദത്തും, ഞാൻ അംഗീകരിക്കപ്പെട്ടു. ലദൽ ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ, UN-ൽ. അന ലുഗത്തുൽ ഖുർആൻ കരീം, ഞാൻ ഖുർആന്റെ ഭാഷയാണ്. ഇവിടെ അല്ലുഗൽ അറബിയ ലുഗത്തുൽ ഖുർആൻ അഫ്തഖറു ബി ലുഗത്തി അൽ അറബിയ. ഖുർആൻ അറബി ഭാഷ ഖുർആന്റെ ഭാഷയാണ്, എൻ്റെ ഭാഷയിൽ ഞാൻ അഭിമാനം കൊള്ളുന്ന. അപ്പം നിങ്ങൾക്ക് ഇവിടെ അടുത്ത് കൊടുക്കാം. എന്ത് കൊടുക്കാം? അല്ലേ? അല്ലുഗൽ അറബിയ എന്ന് തന്നെ ആദ്യം കൊടുക്കാം. എന്നിട്ടോ പിന്നെ വേണമെങ്കിൽ ലുഗത്തുല്ലാത്ത്, ലുഗത്തുൽ അറബിയ ലുഗത്തുല്ലാത്ത്. പിന്നെയോ അന മുഅ്തമിദത്തുൻ ലദൽ ഹൈഅത്തുൽ മുത്തഹിദ എന്നിവിടെ എഴുതിയാൽ മതി. കേട്ടോ? അപ്പം അതും തന്നെ നിങ്ങൾക്ക് സെന്റൻസ് എഴുതാൻ പറ്റും. ഏതുപോലെ? ഇതുപോലെ അൽ ലുഗത്തുൽ അറബിയ ലുഗത്തുല്ലാത്ത് അന മുഅ്തമിദത്തുൻ ലദാ ഹൈഅത്തുൽ ഉമമിൽ മുത്തഹിദ എന്ന് പറയാം. ഓക്കെ. ഇനി തർജും ഇലാ ലുഗത്തിക്, നിങ്ങളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണത്? അൽ മാഉ അസാസുൽ ഹയാത്ത്. വാട്ടർ ഈസ് ദി ബേസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ വെള്ളം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. യഹ്താജു ഇലൈഹി ജമീഉൽ ഹയവാനാത്തിൽ ഹയ്യ. എല്ലാ ജീവജാലങ്ങൾക്കും അത് ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും അത് ആവശ്യമാണ്. അൽ മാഉ നിഅമത്തുൻ കബീറത്തുൻ മിനല്ലാഹ്. വെള്ളം എന്താണ്? അള്ളാഹുവിൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെയാണ് 3 സെന്റൻസ് ആയിട്ട് എഴുതേണ്ടത്. ഇനി 18 എന്താ? ഇഖ്റ തർജമത്ത് ഷാഇർ വഇദ് അർബഅത അസ്ഇലത മിൻഹ. താഴെയുള്ള ഷാഇറിന്റെ തർജമ വായിച്ചിട്ട് 4 ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ്. 4 ചോദ്യങ്ങൾ. അപ്പൊ ഇതിലെങ്ങനെ ചോദ്യം ഉണ്ടാക്കുക? അദ്ദക്തൂർ മുഅ്തസ് അലി അഹ്മദ് അൽ ഖുത്ബ് ഷാഇറുൻ ഫിലസ്തീനി. മുഅ്തസ് ഷാഇറുൻ ഫിലസ്തീനി, ഒരു ഫലസ്തീൻ കവിയാണ്. ഉലിദ ബി ഖുദ്സ്, അദ്ദേഹം ഖുദ്സ് ഫി ഫിലസ്തീൻ, ഫലസ്തീനിലെ ഖുദ്സിൽ ജനിച്ചു 1967. ലഹു ഖസായിദുൻ, അദ്ദേഹത്തിന് കവിതകളുണ്ട്. തുദറസു ഫിൽ മുഖററാത്ത് ദിറാസിയ ഫി ഫിലസ്തീൻ, ഫലസ്തീനിലെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. വൽ ഇമാറാത്ത്, UAE, വൽ ജസായിർ, അൾജീരിയ, വൽ മഗ്രിബ്, മൊറോക്കോ. മിൻ അഷ്ഹുരി മുഅല്ലഫാത്തി, അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥങ്ങളാണ് ആഖിറു സൂറത്തുൻ ലി മൗലാത്തി, റിസാലത്തുൻ മിൻ മൗലാത്തി, ഖൈസുൽ ഖുദ്സ്. അപ്പോൾ ഇത് 3 അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഈ പാരഗ്രാഫ് നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ചതാണ് അല്ലേ? ഇത് വെച്ച് എങ്ങനെ ചോദ്യം ഉണ്ടാക്കുക? അപ്പോൾ ചോദ്യവാക്കുകൾ ഞാൻ നിങ്ങളോട് നേരത്തെ മുമ്പൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ പേരുണ്ടെങ്കിൽ അയാളുടെ പേരിന് മുമ്പിൽ മൻ ചേർത്താൽ മതി. ഇപ്പോൾ ഇവിടെ മൻ മുഅ്തസ് അലി അല്ലെങ്കിൽ മൻ ദക്തൂർ മുഅ്തസ് അലി ഒരു ചോദ്യമായി അല്ലേ? പിന്നെ അദ്ദേഹം ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എവിടെയാണ് ജനിച്ചതെന്നായിരിക്കും. അപ്പോൾ ഈ ഉലിദയ്ക്ക് മുമ്പ് ഐനെ ചേർക്കുക. ഐന ഉലിദ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യമായി. ഇവിടെ ഐന ഉലിദ ദക്തൂർ മുഅ്തസ് അലി അഹമ്മദ് എന്നും പറയുന്നതുകൊണ്ടും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ ഡേറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ സമയം ചോദിക്കണം. മത്താ ഉലിദ മൂന്നാമത്തെ ചോദ്യം അല്ലേ? പിന്നെ ഇതിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേരുണ്ട്. ഈ മുഅല്ലഫാത്തിന് മുമ്പിൽ മാ മുഅല്ലഫാത്തുഹു, അദ്ദേഹത്തിൻ്റെ മാ അഷ്ഹറു മുഅല്ലഫാത്തുഹു എന്നോ മാ മുഅല്ലഫാത്തുഹു എന്ന് ചോദിച്ചാലും മതി. ഓക്കെ. ഇതെങ്ങനെ ചോദ്യങ്ങൾ? മൻ ഡോക്ടർ മുഅ്തസ് അലി, ഐന ഉലിദ മുഅ്തസ് അലി ദക്തൂർ മുഹമ്മദ് മുഅ്തസ് അലി, മത്താ ഉലിദ ദക്തൂർ മുഅ്തസ് അലി, മാ മുഅല്ലഫാത്തുഹു. അങ്ങനെ സിമ്പിൾ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയ 4 മാർക്ക് കിട്ടുമായിരുന്നു. ഓക്കെ. ഇനി 19 അഇദ്ദ ഖിസ്സ ദാത്തിയ ലിലുഗത്തിനൽ ഉമ്മ മുസ്തഖിദമൻ അന്നിഖാത താലി. ഇത് നമ്മുടെ പുസ്തകത്തിലുള്ള അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നതാണ്. അറബി ഭാഷ അല്ല, മലയാള ഭാഷയുടെ ആത്മകഥ അല്ലേ? ഓട്ടോബയോഗ്രഫി തയ്യാറാക്കാനാണ് അല്ലേ? അപ്പം നിങ്ങൾക്കറിയാം ഇതിൽ നമ്മൾ പാഠഭാഗത്തിലുള്ളത് അതുപോലെ തന്നെ ഇത് അന ലുഗത്തു മലയാളം അല്ലേ? ആദ്യം അന ലുഗത്തു മലയാളം. ഇവിടെ അന ഉളുവുൻ മിൻ ഉസ്റത്തി ദാവിദിയ,
പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അവിടെ അബീ തുഞ്ചത്തെഴുത്തച്ഛൻ. അടുത്തതോ അഫ്തഖ്റുബി തുറാസി, അതങ്ങനെ തന്നെ എഴുതുക. ഇതിൻ്റെ മുമ്പിൽ അന ഖനി, ഇവിടെ അഖനീയത്തിന് മുമ്പിൽ അന ചേർക്കുക. അന ഖനീയത്തും ബിൽ ഫുനൂനി വൽ ആദാബ്. പിന്നെ ഇതിന് മുമ്പിൽ വൽ റിവായാത്ത് വൽ മസ്റഹിയാത്ത് വൽ ഖിസസ്. പിന്നെ ഫൈക്ക മുഹമ്മദ് ബഷീർ അദീബുൻ മലയാളമിയുൻ. ഇത് ഞാൻ മുമ്പ് പല ക്ലാസ്സുകളും കാണിച്ചു തന്നാണ്, ഒന്നുകൂടി കാണിക്കാം. എന്താ കണ്ടോ? അന ലോകത്ത് മലയാളം, അന ഉളവും മിനൽ ഉസ്രത്ത് ദ്രാവിഡിയ, അബി തുഞ്ചത്തെഴുത്തച്ഛൻ, അന ഖനീയത്തും ബിൽ ഫുനൂനി വൽ ആദാബി വൽ കുത്തുബുൽ എൽമിയ. ഇത് കുറച്ച് കൂടുതലുണ്ട് കാര്യങ്ങൾ. വസിഅതു ജമീഅ അൻവാ അൽ അദബ് മിന റിവായാത്ത് വൽ മസ്റഹിയാത്ത് വൽ ഖിസസ്, അന അഫ്തഖ്റു ബി തുറാസി, വൈക്ക മുഹമ്മദ് ബഷീർ അദീബുൻ മലയാളമി. കണ്ട, ഇതുപോലെ എഴുതിയാൽ മതിയായിരുന്നു. ഓക്കെ. ഇനി 20 ലഖിയ മാജിദ് സ്വദീഖഹു ഫി സ്വാലത്തിൽ ഇൻതാർ. എന്താണ് അവിടെ ഈ വെയിറ്റിംഗ് റൂമിൽ, വെയിറ്റിംഗ് ഹാളിൽ മാജിദ് തൻ്റെ കൂട്ടുകാരനെ കണ്ടു. എന്തഹു ബിതാഖത്ത് സുഊദലി ത്വായിറ, അവൻ്റെ അടുക്കൽ ബോർഡിംഗ് പാസ് ഉണ്ട്. യഹില്ലു മാജിദ് ഷുക്കൂക്ക സ്വദീഖിഹി, കൂട്ടുകാരൻ്റെ സംശയങ്ങൾക്ക് അവൻ മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോർഡിംഗ് പാസ് നോക്കിയിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ്. എന്താണ്? മാ ഇസ്മുൽ മുസാഫിർ, മുസാഫിറിൻ്റെ എന്താണ് പേരെന്താണ് ഇതിൽ? ഇസ്മുൽ മുസാഫിർ ദാ അല്ലേ, രാജു. ഇപ്പം രാജു എന്ന് ഉത്തരം കൊടുക്കുക. മത്താ തുഖാദിറു ത്വായിറ, എപ്പോഴാണ് ഫ്ലൈറ്റ് പൊങ്ങുന്നത് അല്ലേ? ഇതെവിടെ ഡേറ്റ് ഉണ്ട്, ഡിപ്പാർച്ചർ 10 മുഖാദറ എപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്? 10:30. 10:30 എഴുതിയാൽ മതി. മത്താ തുഫ്തഹുൽ ബവ്വാബ, എപ്പോഴാണ് ഗേറ്റ് തുറക്കുന്നത് അല്ലേ? ബവ്വാബ് തുറക്കുന്നത് ബോർഡിംഗ് ഗേറ്റ് 8:30 അല്ലേ? ഫതഹുൽ ബവ്വാബ. മാഹു റഖബുൽ മഖാദ്, സീറ്റ് നമ്പർ 20A. ഓക്കെ. ഇങ്ങനെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. 4 മാർക്ക് വളരെ സിമ്പിളായി വാങ്ങിക്കാവുന്നതായിരുന്നു. എല്ലാവരും എഴുതിയിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ. പിന്നെന്താണ് അവസാനത്തെ? ഖറജ മാജിദ് മാ അബീഹി ഇല ദൗലത്തി അമേരിക്ക. മാജിദ് അമേരിക്കയ്ക്കും പോയി. ലി മുഷാഹദത്ത് മുബാറത്ത് കഅസ്, കോപ്പ അമേരിക്ക കാണാൻ വേണ്ടിയിട്ട്. അസ്നാദ് അലിക്ക്, അതിൻ്റെ ഇടയിൽ തദക്കറ മാജിദ് സ്വദീഖഹു കുമാർ, കുമാറിനോർത്തു. വബദ യുദർദിഷു മാഹു, അവനോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അഇദ്ദ ദാലിക്കൽ ഹിവാർ മിൻ ഹയാലിക്, ആ ഹിവാർ നിങ്ങളുടെ ഖയാൽ എന്ന് എഴുതാനാണ്. ശരിക്കും ഇവിടെ ദർദഷ് എഴുതാനല്ല, ഹിവാർ എഴുതാനാണ് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം സബാഹൽ ഖൈർ, സബാഹൻ നൂർ. അപ്പോൾ കൈഫാൻസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ മാജിദ് പറയും, ഞാൻ അവിടെ പോവുകയാണ്, ഞാൻ അനദാഹിബുൻ ഇല അമേരിക്ക. അപ്പോൾ എന്തിനാന്ന് ചോദിക്കും അല്ലേ? നമുക്കൊരു മോഡൽ, ജസ്റ്റ് ഒരു ചെറിയ മോഡൽ ഞാനിവിടെ കാണിക്കാം. കണ്ടോ? മാജിദ് സബാഹുൽ ഖൈർ, കുമാർ സബാഹൻ നൂർ, കൈഫ അൻത യാ മാജിദ്, എന്തൊക്കെയുണ്ട് മാജിദ് എന്നാണ്. അപ്പോൾ മാജിദ് പറയുന്നു ത്വയ്യിബ്, കൊള്ളാം അല്ല, കൊള്ളാന്നല്ല സുഖം എന്നർത്ഥം. അൽയൗം അന ഇല അമേരിക്ക, ഞാനിന്ന് അമേരിക്കയിലേക്കാണ്. അല്ലെങ്കിൽ അന ദാഹിബ് എന്ന് പറയാം, അന ഇല അമേരിക്ക എന്നും പറയാം. അപ്പോൾ കുമാർ ലിമ, എന്തിനാണ്? മാജിദ് വനലി മുഷാഹിദത്ത് കഅസ് കോപ്പ അമേരിക്ക, കോപ്പ അമേരിക്ക കാണക്കാൻ പോകുന്നു. അപ്പോൾ കുമാർ പറഞ്ഞു അയ്വ അർസിൽ സുവറ ബാദൽ വസൂൽ, അവിടെ എത്തിയിട്ട് നീ എന്ത് ചെയ്യണം? എനിക്ക് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ബാദൽ വസൂലി കേട്ടോ, ബാദൽ വസൂൽ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നല്ല വലിയ സ്കോർ കിട്ടട്ടെ എന്ന് സാറ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ടേമിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ വരും. 9th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ടാവും. അതൊക്കെ മക്കൾ കാണുക, പഠിക്കുക. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.